ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കണില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ മാവ് റെസ്റ്റ് ചെയ്യാനും വെക്കേണ്ട. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. ഒരു 1.25 കപ്പ് നുറുക്ക് ഗോതമ്പ്. കുറച്ച് വലിയ തരികളായിട്ടുള്ള ആ ഗോതമ്പുണ്ടല്ലോ, അതാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കുതിർക്കാനായിട്ട് വെക്കണം. നന്നായിട്ട് കുതിർന്ന് വന്നതിന് ശേഷം നമുക്കത് അരച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊരു 4 മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കുക. ഇനിയിപ്പോൾ സമയമില്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു 2 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വെക്കണം. പക്ഷേ ഒരു 4 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്കത് അരച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും. അപ്പം ഇത് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 3 അച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് ഉരുക്കി കിട്ടാൻ വേണ്ടിയിട്ട് അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പിനടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ശർക്കര നന്നായിട്ട് മെൽട്ടാവുന്ന വരെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ശർക്കര നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമ്മൾ നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കണം. തണുത്തതിന് ശേഷം അതിൽ ആ കല്ലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ട് ഇത് നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ മാവിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്കൊരു 1.5 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. ഈ എള്ള് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്കൊരു 1/2 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാളികേരം നമ്മളിതിൽ ചിരകിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ നാളികേര കൊത്ത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കുക. ഇപ്പോൾ അത് നല്ലൊരു കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഈ ഒരു പാനിൽ തന്നെ വെക്കുകയാണെങ്കിൽ പാനിൻ്റെ ചൂട് തട്ടിയിട്ട് അടിയിലുള്ള നാളികേരമൊക്കെ കുറച്ചും കൂടി കരിഞ്ഞ പോലെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മളത് ഉണ്ണിയപ്പത്തിൽ ചേർത്ത് കൊടുത്താൽ നന്നാവില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇപ്പോൾ ഗോതമ്പ് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഇതുപോലെ നന്നായിട്ട് ഊറ്റി കളഞ്ഞതിന് ശേഷം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് പഴം ചേർത്ത് കൊടുക്കണം. അപ്പോൾ പഴം ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു പഴം നമ്മൾ ചേർക്കുകയാണെങ്കിലാണ് ഉണ്ണിയപ്പം കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ സാധാരണ നമ്മൾ ഉണ്ണിയപ്പത്തിൽ പാളയംകോടൻ പഴം അല്ലെങ്കിൽ മൈസൂർ പഴമാണ് ചേർത്ത് കൊടുക്കാറ്. അതിന് പകരം ഞാനിപ്പോൾ ഇവിടെ നേന്ത്രപ്പഴമാണ് ചേർക്കുന്നത്. നേന്ത്രപ്പഴമോ റോബസ്റ്റയോ ഏത് പഴം വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു ചെറിയൊരു നേന്ത്രപ്പഴമാണ്. ഇത് മുഴുവനായിട്ട് നമ്മൾ ചേർക്കണില്ല. ഇതിൻ്റെ ഏകദേശം ഒരു 1/4 ഭാഗം ചേർത്ത് കൊടുത്താൽ മതിയാവും. വലിയ നേന്ത്രപ്പഴമൊക്കെ ആണെങ്കിൽ ഒരു പകുതി ചേർത്താൽ മതി. പഴത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ണിയപ്പത്തിൽ ഒരുപാട് എണ്ണ കുടിക്കും. പിന്നെ പഴം ചേർക്കുമ്പോൾ ഏത് പഴമായാലും നമ്മളിതുപോലെ നന്നായിട്ട് പഴുത്ത പഴം തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കരപ്പാനിയാണ്. അത് നന്നായി തണുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുന്നതുകൊണ്ട് ഗോതമ്പ് ഒരുപാട് ഫൈനായിട്ടൊന്നും അരഞ്ഞു കിട്ടില്ല. എന്നാലും മാക്സിമം നന്നായിട്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് നോക്കുക. പിന്നെ ഉണ്ണിയപ്പത്തിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ദോശമാവിനേക്കാളും കുറച്ചും കൂടി ഇത് തിക്കായിട്ടുണ്ടാവണം. എന്നാൽ ഇഡ്ഡലി മാവിൻ്റെ അത്ര അങ്ങോട്ട് തിക്കാവാനും പാടില്ല. ആ രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ. അപ്പോൾ ഈ ഒരു മാവിൽ ഇനി നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ശർക്കരപ്പാനിയും അതുപോലെ ഈ പഴവും മാത്രം മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. അതിന് ശേഷം അരച്ചെടുത്തിട്ടുള്ള ഈ മാവ് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ നാളികേരും എള്ളും ചേർത്ത് കൊടുക്കാം. പിന്നെ ഉണ്ണിയപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ചുക്കുപൊടി അതുപോലെ ജീരകപ്പൊടിയൊക്കെ ചേർക്കാം. അതിന് ശേഷം ഉണ്ണിയപ്പത്തിലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഉണ്ണിയപ്പത്തിന് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ മാവിൻ്റെ തിക്നെസ് കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഇനി നമുക്കത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഇതുപോലെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ എന്ന് പറയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയോ റീഫൈൻഡ് ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ കുഴി നിറച്ച് എണ്ണ ഒഴിക്കണം എന്നില്ല, ഏകദേശം ഒരു പകുതി ലെവലിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ മാവ് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം ഓരോ കുഴിയിലും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതുപോലെ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടോ അങ്ങനെ വേണമെങ്കിലും ഒഴിക്കാം. പിന്നെ മാവ് ഒഴിക്കുമ്പോൾ കുഴിയുടെ ലെവലിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ അത് പുറത്തേക്കൊക്കെ ഒഴുകിയിട്ട് ഓരോ ഉണ്ണിയപ്പും പരസ്പരം ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാവും. ഇതിനി നമ്മൾ ഒരുപാട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്യരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ് ഉണ്ണിയപ്പത്തിൽ വല്ലാതെ എണ്ണ കുടിക്കുക.
ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും തന്നെ കുഴിയിൽ നിന്ന് ഇതുപോലെ വിട്ട് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യുക. തിരിച്ചിട്ട് കഴിഞ്ഞാലും ഇത് വേവാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ ആയി വരും. പിന്നെ ഇത് ഒരുപാട് കളർ മാറാനായിട്ട് വെയിറ്റ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കളർ നല്ലോണം മാറാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം നമ്മളിത് എണ്ണയിലിടുമ്പോഴാണ് ഉണ്ണിയപ്പം ഹാർഡായി പോവുക. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കളറായി വരുമ്പോൾ തന്നെ നമുക്കത് എണ്ണയിൽ നിന്ന് എടുക്കാം. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുത്താലും അത് കുറച്ചും കൂടി കഴിയുമ്പോൾ അതിൻ്റെ കളർ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഡാർക്കായി കിട്ടും. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. ഇതിന് നമുക്കൊരു കിച്ചൺ ടിഷ്യൂലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കി വരുന്ന മാവും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രയും മാവ് വെച്ചിട്ട് നമുക്കൊരു 25 ഉണ്ണിയപ്പം വരെ ഉണ്ടാക്കാം. നല്ലൊരു പഞ്ഞി പോലുള്ള ഉണ്ണിയപ്പമാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ നുറുക്ക് ഗോതമ്പ് എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന സമയമാണല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്